എല്ലാവർക്കും നമസ്കാരം. ജോർജ് നെടുമ്പാറയാണ് നിങ്ങളോടൊപ്പം ചേരുന്നത്. ഇന്ന് കൂത്താട്ടുകുളത്ത് നിന്നും വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഒരു മഹാദേവ ക്ഷേത്രത്തിൻ്റെ അത്യന്തം ശോചനീയമായ അവസ്ഥ കാണാനിടയായി. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രത്തിൽ രാമായണ ശ്ലോകം വായിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് കൗതുകമായി. കുറച്ച് സമയം ഞാനത് ശ്രദ്ധിച്ചു. ഇവിടെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. ദൈവം വസിക്കുന്ന പവിത്ര സ്ഥാനമാണല്ലോ ഈ അവസ്ഥയിൽ കിടക്കുന്നത് എന്നോർക്കുമ്പോൾ ആർക്കാ വിഷമം തോന്നാത്തത്? മനസ്സിനും ആത്മാവിനും ശാന്തിയും ദൈവാനുഭൂതിയും ലഭിക്കേണ്ട ഇടമാണിത്. അതിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് അഭംഗിയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത്. ഇതൊരു വീഡിയോ അല്ല കേട്ടോ, ഇതൊരു പ്രാർത്ഥനയാണ്. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരു വ്യക്തിയുടെ ഭക്തിയും നിലവിളിയുമാണിത്. ഇത് നിങ്ങൾക്കൊരു പ്രചോദനമായിട്ട് കാണണം. കോൾ ടു ആക്ഷന് വേണ്ടിയാണ് ഈ പ്രാർത്ഥന. ക്ഷേത്രം എന്തിനാണ് എന്നതുപോലെ തന്നെയാണ് രാമായണം എന്തിനാണ് വായിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത്. നമുക്കറിയാം, രാമായണം വായിക്കുന്നത് ആത്മാവിനെ ധർമ്മത്തിലേക്കും ശാന്തിയിലേക്കും നയിക്കാനാണല്ലോ. ഈ ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് ദൈവത്തെ തേടുന്ന ഒരു ഇടമാണെങ്കിൽ രാമായണം എന്ന് പറയുന്നത് ദൈവത്തെ മനസ്സിൽ കണ്ടെത്തുന്ന വഴിയാണ് ആണല്ലോ. അപ്പോൾ ക്ഷേത്രം വിശുദ്ധമാകട്ടെ, പള്ളികളും മസ്ജിദുകളും അവിടുത്തെ വായനയും നാദവുമൊക്കെ ദൈവത്തിൻ്റെ ശബ്ദമാകട്ടെ. ഓരോ ശ്ലോകവും പോലെ ഇവിടുത്തെ ഓരോ ഇളകിയ കല്ലും ആത്മാവിൻ്റെ വിളികൾ കേൾക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. രാമായണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താ? ധർമ്മം മരിച്ചിടത്താണ് കഷ്ടതയും ദുരന്തമൊക്കെ ഉണ്ടാകുന്നത് അല്ലേ? രാമായണം ജീവിക്കുന്നത് ഭഗവാന്റെ വഴിക്ക് മാത്രമല്ല, നമ്മുടെ ജീവിത തത്വം കൂടിയാണിത്. അതുകൊണ്ടാണ് ഈ പൊട്ടിപ്പൊളിഞ്ഞ ക്ഷേത്രത്തിൽ ആ സ്ത്രീ രാമായണം വായിക്കുന്നത്. ശ്രദ്ധിച്ച് രാമായണം വായിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ഇതൊക്കെ ആലാപനമല്ല, ഇതൊരു പ്രാർത്ഥനയാകട്ടെ, ഒരു പുനർജീവിതമാകട്ടെ. സ്നേഹാദരങ്ങളോടെ നെടുമ്പാറ.